നമസ്കാരം. 2025 അവസാനിക്കാൻ പോവുകയാണ്. 2026 നമ്മൾ കടക്കുകയാണ്. ഈ 2025 നിങ്ങളെയും എൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് സത്യമല്ലേ? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേ സ്വർണ്ണവും താഴെ ഒന്ന് ടൈപ്പ് ചെയ്തേ, ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് ഉറങ്ങുമ്പോഴും നന്ദിയോടുകൂടി മാത്രമേ പാടുള്ളൂ. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പരിചയപ്പെട്ട ഏറ്റവും മഹത്തായ വർഷം. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞ വർഷം. നന്ദി മാത്രമേ പറയാൻ ഒന്നുമില്ല. നന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് 2025 ഞാൻ ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകിയ ഒരു ടെക്നിക്കാണ്, ഒരു മെഡിറ്റേഷനാണ് 20-20-20 എന്ന് പറയുന്ന മെഡിറ്റേഷൻ. അത് വളരെ പവർഫുള്ളായിട്ട് 90% ആൾക്കാർക്കും റിസൾട്ട് പ്രാക്ടീസ് ചെയ്ത 90% ആൾക്കാർ റിസൾട്ട് ലഭിച്ചു എന്നതാണ്. അതിൻ്റെ ഒരു തത്വം കൂടി പറഞ്ഞ് നമുക്ക് ബാക്കി മുന്നോട്ട് പോകാം. യജുർവേദത്തിൽ ഒരു ശ്ലോകമുണ്ട്, അതിങ്ങനെയാണ്: യത്ര ബ്രഹ്മാച സത്രം ച സൗമ്യച്ച ചരദാസഹ തം ലോകം പുണ്യം പ്രത്യുഷ്യം തത്ര ദേവാസഹാജ്ഞാം. അതായത് ഇത്രയേ ഉള്ളൂ. അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള തത്വമാണ്. എവിടെ ബ്രഹ്മശക്തിയും ക്ഷാത്രശക്തിയും ഒരുമിച്ച് ചേർന്ന് യഥാർത്ഥ രീതിയിൽ തോളോട് തോൾ ചേർന്ന് ചലിക്കുന്നുവോ അവിടെ വിദ്വാൻമാർ യജ്ഞം ചെയ്യുന്നുവോ അവിടെ പവിത്രമായ മാറ്റമുണ്ടാകുമെന്നുള്ളത്. അല്ലെങ്കിൽ ഭഗവത്ഗീത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എത്ര യോഗേശ്വരാ കൃഷ്ണ തത്ര പാർത്ഥോ ധനുർഷഃ തത്ര ശീർവിജയോ ഭൂതിഹ ധ്രുവാ നിതിർമമം. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും ധനുർധാരിയായ അർജുനുമുണ്ടോ അവിടെ ശ്രീയും വിജയവും ഐശ്വര്യവും ശാശ്വതമായിട്ട് ഉണ്ടാകുമെന്ന് ഭഗവാൻ പറയുകയാണ്. ഇതെന്തിനുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴാണോ നമ്മൾ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുന്നത്, ആ കർമ്മത്തിന്റെ ഫലം 100% സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ബ്രഹ്മശക്തി എന്ന് പറയുന്നത് ഈശ്വരശക്തി. ആ ഈശ്വരശക്തിയിൽ നമ്മൾ, അങ്ങനെ പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ ശക്തി, പ്രപഞ്ചത്തിന്റെ ശക്തി, ഈ ശക്തിയിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ക്ഷാത്രശക്തി, അതായത് നമ്മുടെ കർമ്മശക്തിയെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലും വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല. ഇതാണ് 2020 പ്രിൻസിപ്പളിന്റെ വ്യക്തമായ കാര്യം. നമ്മളുടെ എന്താണോ ആഗ്രഹം അതിനെ നമ്മൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പൂർണ്ണമായി എഴുതി തയ്യാറാക്കി വിഷ്വലൈസ് ചെയ്ത് ദൈവികതയിൽ അർപ്പിക്കുക എന്ന് പറയും. മെഡിറ്റേഷൻ വീണ്ടും തുടങ്ങുകയാണ്. നാളെ 29-ഉം 30-ഉം 2 ദിവസങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 2020 മെഡിറ്റേഷൻ ജോയിൻ ചെയ്യുക. ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടാൻ തയ്യാറായിക്കൊണ്ട് നമ്മൾ റെഡി ആയിക്കുക. താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം.